ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നമസ് ആണ്. അപ്പോൾ ഈ വരുന്ന 25th നമ്മുടെ +1 എക്കണോമിക്സ് എക്സാം ആണ് വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ടുണ്ട് അല്ലേ. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലും ഒക്കെ ആയിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും മാക്സിമം മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ട് മിസ് ഈ പറയാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം പഠിച്ചു വെക്കുന്നതിലൂടെ 60+ മാർക്സ് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ എല്ലാവരും കാണാം. ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ഗോൾസ് ഓഫ് 5-year പ്ലാൻസ്. അപ്പോൾ ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചോളാം. നമുക്കറിയാം ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഈക്വിറ്റി, ഇതിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷനും കൂടി നിങ്ങൾ എന്ത് ചെയ്തോളാം, പഠിച്ചു വെച്ചോളാം. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റവല്യൂഷൻ ആണ്. ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്കറിയാം HYV സീഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, മോഡേൺ എക്യുപ്മെന്റ്സ്, ഇറിഗേഷൻ ഫെസിലിറ്റി, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഈ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. പിന്നെ നമ്മുടെ IPRനെ കുറിച്ച്, IPR 1956 കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചു വെച്ചോളാം കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ 8 മാർക്കിന് LPG എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ന്യൂ ഇക്കണോമിക് പോളിസിയെ കുറിച്ച്. അപ്പോൾ അവിടെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്താണ്? ലിബറലൈസേഷൻ ഈ 5 ഏരിയയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ച് എഴുതണം. പിന്നെ അതിനുശേഷം നിങ്ങൾ പ്രൈവറ്റൈസേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. പ്രൈവറ്റൈസേഷൻ ഈ 2 രീതിയിലാണ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ മെൻഷൻ ചെയ്യണം. പിന്നെ എന്താണ് ഗ്ലോബലൈസേഷൻ എന്നുള്ളതിനെക്കുറിച്ചും മെൻഷൻ ചെയ്യണം. ഓക്കെ, അടുത്തതായിട്ട് ലിസ്റ്റ് എനി 2 ഏരിയസ് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റിലെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് നീഡ് സ്പെഷ്യൽ ഫോക്കസ് ആസ് പാർട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗ്രാമീണ വികസനത്തിന്റെ ഭാഗമായി പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള മേഖലകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഈ ഒരു ചോദ്യം പല രീതിയിൽ വരാം. ചാലഞ്ചസ് ഫേസ്ഡ് ആവാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് ആകാം, പിന്നെ റൂറൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാകാം. അങ്ങനെ പല രീതിയിലാകാം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഇതാണ് നിങ്ങൾ അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഈ 5 പോയിന്റ്സ് പഠിച്ചു വെച്ചോളാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മുടെ 8 മാർക്കിന് തന്നെ റൂറൽ ഡെവലപ്മെന്റിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. ഇതിനിപ്പോൾ 8 മാർക്കിനല്ല എങ്കിൽ പോലും 5 മാർക്കിന് എന്തായാലും ചോദിക്കുന്ന ചോദ്യമാണ്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ അത് ഇംപ്രൂവ് ചെയ്യാൻ ഗവൺമെന്റ് എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതിനുശേഷം എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മുടെ ഗവൺമെന്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇവിടെ 6 പോയിന്റ്സ് ആണുള്ളത്. ഈ 6 പോയിന്റ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തതായിട്ട് റൂറൽ ഡെവലപ്മെന്റിനെ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആനിമൽ ഹസ്ബൻഡറി എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതിനുശേഷം ഫിഷറീസ് എന്താണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. പിന്നെ ഹോർട്ടിക്കൾച്ചർ എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നമ്മുടെ അതർ ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ്, അതായത് നമ്മുടെ IT എനേബിൾഡ് സർവീസസും കൂടി ഉണ്ട് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റിൽ, അതും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യണം. പിന്നെ നമ്മുടെ അടുത്ത ചോദ്യമാണ് 4 മാർക്കിന് ഡിസ്ക്രൈബ് ദ പാത്ത് ഓഫ് ഡെവലപ്മെന്റൽ ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ചൈന. അതായത് ഡെവലപ്മെന്റ് പാത്ത് ഓഫ് ചൈന, ചൈനയുടെ ഡെവലപ്മെന്റ് പാത്ത് എന്തായാലും നിർബന്ധമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 4 മാർക്കിനാണ് അത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചൈന ഇൻഡിപെൻഡന്റ് ആയത് എപ്പോഴാണ്, അതുപോലെ തന്നെ അവർ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം അഡോപ്റ്റ് ചെയ്ത എക്കണോമിക് സിസ്റ്റം ഏതാണ്, അതിൽ ലീഡർ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ഉറപ്പായിട്ടും ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡും കമ്മ്യൂൺ സിസ്റ്റവും അതുപോലെ തന്നെ ഗ്രേറ്റ് പ്രൊലിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷനും, ഇതെന്തായാലും ചൈനയുടെ ഡെവലപ്മെന്റ് പാത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിർബന്ധമായും എഴുതി വെക്കണം കേട്ടോ. പിന്നെ അത് കൂടാതെ ചൈനയുടെ റീഫോംസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ റൈറ്റ് ഡൗൺ ദ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. നിർബന്ധമായിട്ടും നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് ചോദിച്ചാലും റോൾ ചോദിച്ചാലും യൂസസ് ചോദിച്ചാലും ഒക്കെ നിങ്ങൾ ഇത് തന്നെയാണ് എഴുതേണ്ടത്. നമുക്ക് ഇത്രയും പോയിന്റ്സ് ഉണ്ട്, ഇത് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്തത് എക്സ്പ്ലെയിൻ ദ പോയിന്റ്സ് വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് വൈൽ പ്രിപ്പയറിംഗ് എ ക്വസ്റ്റ്യനെയർ. അതായത് ഒരു നല്ല ക്വസ്റ്റ്യനെയറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇത് 5 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യനെയറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ലിസ്റ്റ് ചെയ്യാനായിട്ട് മക്കൾ പഠിച്ചിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് 5 മാർക്കിനും അതുപോലെ 8 മാർക്കിനും വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. ഓക്കെ, അവിടെ പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ഉണ്ട്, ടെലിഫോൺ ഇന്റർവ്യൂ ഉണ്ട്. ഇതൊക്കെ എന്താണ്, അതുപോലെ ഈ ഓരോ മെത്തേഡ്സിന്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടി നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാനായിട്ട് നോക്കാം.
അടുത്തതായിട്ട് എന്താണ് പൈലറ്റ് സർവേ? പൈലറ്റ് സർവേയുടെ അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്. അപ്പോൾ പൈലറ്റ് സർവേ എന്താണെന്നുള്ളത് പഠിക്കുക. പൈലറ്റ് സർവേയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി പഠിച്ചു വയ്ക്കുക. എന്തിനു വേണ്ടിയാണ് പൈലറ്റ് സർവേ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ പൈ ഡയഗ്രാം വരയ്ക്കാൻ, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് പൈ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ പെർസെൻറ്റേജിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെർസെൻറ്റേജിലാണെങ്കിൽ നേരെ അതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. കാരണം 360 ആണ് ഒരു ഹോൾ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റു 3 പെർസെൻറ്റേജ് കണ്ടിട്ട് അതിനെ ഇൻറ്റു 3.6 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആംഗിൾ കിട്ടും. പിന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കുക, അതിൻ്റെ പോയിന്റ് അടയാളപ്പെടുത്തുക, റേഡിയസ് അടയാളപ്പെടുത്തിയിട്ട് നിങ്ങളൊരു ഇത് വരയ്ക്കുക, ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഫസ്റ്റ് ഈ ഒരു ഡിഗ്രി നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് അടയാളപ്പെടുത്തുക. ലാസ്റ്റ് വരച്ച ലൈനിൽ വേണം അടുത്തത് മെഷർ ചെയ്യാൻ. ഇങ്ങനെയാണ് പൈ ഡയഗ്രാം വരയ്ക്കേണ്ടത് കേട്ടോ. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ 5 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഒജീവ് വരയ്ക്കാനായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒജീവ് വരയ്ക്കുന്നതിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ തന്നെ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും എടുത്ത് നോക്കുക കേട്ടോ. ഒജീവ് വരയ്ക്കുന്ന സമയത്ത് ക്ലാസ് ഫ്രീക്വൻസി ആദ്യം എഴുതിയെടുത്തതിന് ശേഷം ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ലെസ് ദാൻ എന്ന് പറയുമ്പം ഓരോ ക്ലാസിൻ്റെയും അപ്പർ ലിമിറ്റ് എടുക്കുക, മോർ ദാൻ എന്ന് പറയുമ്പോൾ ഓരോ ക്ലാസിൻ്റെയും ലോവർ ലിമിറ്റ് എടുക്കുക. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ഫ്രീക്വൻസി ആഡ് ചെയ്ത് വരാം. മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ഫ്രീക്വൻസി ലെസ് ചെയ്ത് വരാം. എന്നിട്ട് ഒജീവ് വരയ്ക്കുമ്പം ഈ എക്സ് ആക്സിസിന് ലെസ് ദാനും മോർ ദാനും വാല്യൂസ് കൊടുക്കുക. ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കൊടുക്കുക. വൈ ആക്സിസിൽ ലെസ് ദാൻ ഒജീവും വരയ്ക്കുക, മോർ ദാൻ ഒജീവും വരയ്ക്കുക. ഓക്കെ, ഇനി മീഡിയൻ കാണാനായിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ 2 ഒജീവും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീഡിയനും കാണാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മുടെ കോറിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പോസിറ്റീവും പെർഫെക്റ്റ് പോസിറ്റീവും നെഗറ്റീവും പെർഫെക്റ്റ് നെഗറ്റീവും ആണ് വരയ്ക്കാൻ പറഞ്ഞത്. ഇതാണ് പോസിറ്റീവ്, ഇതാണ് പെർഫെക്റ്റ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്, ഇതാണ് പെർഫെക്റ്റ് നെഗറ്റീവ്. അതിനുശേഷം റാങ്ക് കോറിലേഷൻ കാണാനായിട്ട് സ്ഥിരമായിട്ട് കോറിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ റാങ്ക് തന്നിട്ടുണ്ട്. റാങ്ക് കോറിലേഷൻ കാണാൻ ഭയങ്കര സിമ്പിളാണ്. ഫസ്റ്റ് നിങ്ങൾ ഡി കാണണം, അതായത് R1 നിന്ന് R2 മൈനസ് ചെയ്ത് ഡി കാണണം. പിന്നെ D² കാണണം, D² ടോട്ടലും കാണണം. ഓക്കെ, അതിനുശേഷം 1 - 6 സിഗ്മ D² ഡിവൈഡഡ് ബൈ n³ മൈനസ് n എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ n മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്തെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ ലിസ്റ്റ് ദ സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ് ആണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു 2 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓർഡറിൽ തന്നെ എഴുതാനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോഴുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടി പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മുടെ +1 എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 60-ലധികം മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഇതിലെ ദിവസങ്ങളിൽ പഠിച്ചു വയ്ക്കുക. ഇനി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഇനി പഠിക്കാനുള്ളവരാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. റിവിഷൻ മാക്സിമം, ഈ ക്വസ്റ്റ്യൻസിന് റിവിഷൻ മാക്സിമം ചെയ്യുക. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.